എല്ലാവർക്കും നമസ്കാരം. സ്റ്റാർട്ടിലേക്ക് സ്വാഗതം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. അതിലേക്ക് കടക്കുന്നതിന് മുമ്പ് പ്രൈവറ്റ് കൺസൾട്ടേഷൻ താല്പര്യമുണ്ടെങ്കിൽ ഡീറ്റെയിൽസ് ആയി ഡിസ്ക്രിപ്ഷനിലുണ്ട്, നോക്കാവുന്നതാണ്. നമുക്ക് റീഡിങ്സിലേക്ക് കടക്കാം. അനിഴം നക്ഷത്രക്കാർക്ക് ഈ വരുന്ന ഏപ്രിൽ 2025 എങ്ങനെയാണ് നമുക്ക് നോക്കാം. Magician, 2 of Wands, Page of Cups, 8 of Wands, Queen of Pentacles, Empress energy. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം മജീഷ്യൻ ആൻഡ് ക്യൂൻ ഓഫ് പെൻറ്റക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ നേടുന്ന ഒരു വർഷം എന്ന് തന്നെ പറയാവുന്ന ഈ ഒരു മാസം മാത്രമല്ല, മുന്നോട്ടേക്കും പല കാര്യങ്ങളിൽ നിങ്ങൾ നേട്ടങ്ങൾ ഉണ്ടാക്കുന്ന ഒരു സമയമാണ്. അപ്പോൾ നമ്മൾക്ക് ഈ ഒരു മാസത്തെ കാര്യത്തിലേക്ക് കോൺസെൻട്രേറ്റ് ചെയ്യുകയാണെങ്കിൽ ഈ ഒരു മാസം നിങ്ങൾ കുറച്ചധികം നാളുകളായിട്ട് ശ്രമിച്ചുകൊണ്ടിരിക്കുന്ന കാര്യം സാധ്യമാകുന്നുണ്ട്. എടുത്തു പറയുകയാണെങ്കിൽ ഡ്രൈവിംഗ് ലൈസൻസിന് ശ്രമിക്കുന്നവരായിരിക്കും 2-3 തവണ ശ്രമിച്ച് പരാജയപ്പെട്ടവർക്ക് സാധ്യത കാണിക്കുന്നുണ്ട്. ഡ്രൈവിംഗ് ലൈസൻസ് കിട്ടാനായിട്ട് ലൈസൻസ് കിട്ടുന്നു. അതേപോലെ എന്തെങ്കിലും മറ്റു തരത്തിലുള്ള ലൈസൻസ്, എന്തെങ്കിലും കാര്യങ്ങൾക്ക് ലൈസൻസ് കിട്ടാൻ വേണ്ടിയിട്ടുള്ള മത്സര പരീക്ഷകൾ എന്തെങ്കിലും നിങ്ങൾ അപ്പിയർ ചെയ്യുന്നുണ്ട്. കുറച്ചധികം നാളായിട്ട് ശ്രമിച്ചു, അല്ലെങ്കിൽ 1-2 തവണ ശ്രമിച്ചിട്ട് വിട്ടുപോയതായിരിക്കും, അല്ലെങ്കിൽ ചിലപ്പോൾ നിങ്ങളുടെ ലാസ്റ്റ് ചാൻസ് ആയിരിക്കും ഇനി വരുന്നത്. അങ്ങനത്തെയൊക്കെ ഒരു ഭയങ്കരമായിട്ടുള്ള പ്രഷറിലൊക്കെ നിൽക്കുന്ന സമയത്ത് ഈ ചാൻസിൽ ഈ വരുന്ന സമയത്ത് നിങ്ങളുടെ ശ്രമം വിജയിക്കുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതിൻ്റെ ഒരു സന്തോഷവും തൃപ്തിയും മാനിഫെസ്റ്റേഷനാണ്. ആഗ്രഹിച്ച കാര്യങ്ങൾ നേടിയെടുക്കുന്നതിൻ്റെ തൃപ്തിയും സന്തോഷമൊക്കെ ലൈഫിലുണ്ടാകുന്നു എന്നുള്ളത് സൂചിപ്പിക്കുന്നുണ്ട്. അതേപോലെ തന്നെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ജീവിതത്തിൽ നിങ്ങൾ എന്തൊക്കെ കാര്യങ്ങൾ ആഗ്രഹിച്ചു നേടാൻ അതൊക്കെ നേടുന്നതോടൊപ്പം തന്നെ ഒരു മാനസികമായിട്ടൊരു തൃപ്തിയും സന്തോഷവും ജീവിതത്തിൽ അനുഭവപ്പെടുന്ന ഒരു സമയം കൂടിയിട്ടാണ്. ഒരു സെൽഫ് മെയ്ഡ് ആയിട്ടുള്ള ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ സ്വയം നിങ്ങളുടെ ലൈഫിൽ ഒത്തിരി കാര്യങ്ങൾ ആഗ്രഹിച്ച് നേടിയെടുത്ത് നല്ലൊരു ഹയർ പൊസിഷനിൽ നിങ്ങൾക്ക് നിൽക്കാൻ പറ്റുന്ന ഒരു സാഹചര്യമാണ് സൂചിപ്പിക്കുന്നത്. അതേപോലെ തന്നെ മജീഷ്യൻ എനർജി കണക്ഷൻസ് ആണ് സൂചിപ്പിക്കുന്നത്. എല്ലാം നിങ്ങളുടെ കൈകളിലുണ്ട്. നിങ്ങൾ ആഗ്രഹിച്ചത് എന്തോ എല്ലാം നിങ്ങളുടെ കൈവശമുണ്ട്. അപ്പോൾ നിങ്ങളുടെ കയ്യിൽ അത് എന്നും ഉണ്ടായിരുന്നു, പക്ഷേ അത് എൻ്റെ കയ്യിലുണ്ട്, അല്ലെങ്കിൽ എനിക്കിത് ചെയ്യാൻ സാധിക്കും, എനിക്ക് ജീവിതത്തിൽ നേടാനുള്ള എല്ലാ റിസോഴ്സസും എൻ്റെ കയ്യിലുണ്ട് എന്നുള്ളത് നിങ്ങളിതുവരെ മനസ്സിലാക്കിയില്ലായിരുന്നു. പക്ഷേ ഇപ്പോൾ ഈ ഒരു മാസത്തിൽ നിങ്ങളുടെ കൈകളിലുണ്ട് എല്ലാ റിസോഴ്സസും, നിങ്ങളെ കൊണ്ട് ഇത് ചെയ്യാൻ പറ്റും എന്നുള്ളത് നിങ്ങൾ മനസ്സിലാക്കുന്ന ഒരു സാഹചര്യമാണ്. അപ്പോൾ അത് ഒത്തിരി ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു എനർജിയാണ്. നിങ്ങൾക്കൊരു സേഫ്റ്റി ഫീലിംഗ് വരുന്ന സമയമാണ്. ഞാൻ സേഫാണ്, അല്ലെങ്കിൽ മാനസികമായിട്ടും ശാരീരികമായിട്ടും ഒരു സേഫ്റ്റി ഫീലിംഗ് എന്ന് കൂടി പറയാം. ഫിനാൻഷ്യൽ ആയിട്ടുള്ള കാര്യം മാത്രമല്ല, അതായത് സാമ്പത്തികമായിട്ടൊരു സുരക്ഷിതത്വം, ആ ഒരു അരക്ഷിതാവസ്ഥയിൽ നിന്ന് ഒരു മാറ്റം കാണിക്കുന്നു. അതേപോലെ മാനസികവും ശാരീരികവുമായിട്ടുള്ള കാര്യത്തിലുമൊക്കെ ഒരു പോസിറ്റിവിറ്റിയാണ്. കാരണം ഫിനാൻസ് മാത്രം അല്ല ലെവലപ്പ് ചെയ്യുന്നത്. നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങളുടെ എനർജി അമിതമായിട്ട് പല കാര്യങ്ങളിലേക്ക് കൊടുക്കേണ്ടി വരുന്നുണ്ടാവും, അല്ലെങ്കിൽ നിങ്ങൾ ഭയങ്കരമായിട്ടും സ്ട്രെസ്സും കാര്യങ്ങളും അനുഭവിക്കുന്നുണ്ടാവും. അതിൽ നിന്നൊക്കെ ഒരു മാറ്റം, നിങ്ങൾ ഇമോഷണലി വളരെ സാറ്റിസ്ഫൈഡ് ആണ്. ഹെൽത്ത് വൈസ് നിങ്ങൾക്ക് ജീവിതത്തിൽ ഒത്തിരി തൃപ്തി ഉണ്ടാകുന്ന സാഹചര്യം, ഇതൊക്കെ മാനസികമായിട്ട് തൃപ്തിയും കാര്യങ്ങളൊക്കെ ഉണ്ടാകുന്നത്. നിങ്ങൾ ശാരീരികമായിട്ടും മാനസികമായിട്ടും സേഫ്റ്റി ഫീലിംഗ്, ഒരു സെക്യൂരിറ്റി സേഫ്റ്റി ഫീലിംഗ് ഒക്കെ നിങ്ങൾക്ക് ഉണ്ടാകുന്നുണ്ട് എന്ന് പറയാം. അസുഖങ്ങളൊന്നുമില്ലാതെ. കാരണം അടുത്തിടെയായിട്ട് നിങ്ങൾക്ക് കുറച്ചധികം അസുഖങ്ങളൊക്കെ നിങ്ങളെ മാനസികവും ശാരീരികവുമായിട്ടുള്ള എല്ലാ തരത്തിലുള്ള അനാരോഗ്യങ്ങൾ നിങ്ങളെ ബാധിച്ചിട്ടുണ്ടെങ്കിൽ അതൊക്കെ മാറിക്കിട്ടുന്നുണ്ട്. നിങ്ങളുടെ ജീവിതശൈലി തന്നെ മാറുന്നുണ്ട്. അതാവാം ഇതിനൊരു കാര്യം. 2 of Wands ആൻഡ് 8 of Wands എനർജിയാണ്. ഈ ഒരു 2 of Wands എനർജി കണക്ഷനിൽ നിന്ന് 8 of Wands എനർജിയിലേക്ക് എത്തുന്ന ഒരു ദൂരം എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. കാരണം ഇവിടെ പ്ലാനിങ് ആയിരുന്നു. നിങ്ങൾ പല കാര്യങ്ങളും ഈ ഒരു സമയത്ത് ചിന്തിച്ചിട്ടുണ്ടായിരുന്നു, നേടണം ആഗ്രഹിച്ചിട്ടുണ്ടായിരുന്നു. ആ ഒരു പ്ലാനിങ് മുന്നോട്ടേക്ക് പ്രോഗ്രസ് ചെയ്യുന്നതാണ്. നിങ്ങൾക്ക് ഇവിടെ ഒരു പ്രധാനപ്പെട്ട തീരുമാനം കൂടി എടുക്കുന്നുണ്ട്. നിങ്ങളുടെ കംഫർട്ട് സോണിൻ്റെയും നിങ്ങളുടെ ആഗ്രഹങ്ങൾ, അതായത് നിങ്ങളുടെ കംഫർട്ട് സോണിൽ തന്നെ നിൽക്കണോ അതോ നിങ്ങളുടെ സ്വപ്ന സാക്ഷാത്കാരത്തിന് വേണ്ടിയിട്ട് റിസ്ക് എടുക്കണോ എന്നുള്ളൊരു സാഹചര്യമാണ്. ഇവിടെ റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ് എന്ന് കൂടിയിട്ട് സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങളുടെ ഈ ഒരു ലോകം എന്ന് പറയുന്നത്
ഇറ്റ്സ് ഫുൾ ഓഫ് ഓപ്പർച്യൂണിറ്റി, അവസരങ്ങളാണ്. അവസരങ്ങളിലേക്ക് എത്തണമെങ്കിൽ റിസ്ക് എടുത്തവർ മാത്രമേ ഉയരത്തിലേക്ക് എത്തിയിട്ടുള്ളൂ. ചെറിയൊരു പലരും ജീവിതത്തിൽ സന്തോഷമായിട്ട് ജീവിക്കുന്നുണ്ട് അവരുടെ ലൈഫിൽ. അപ്പോൾ നമ്മൾ ഓരോരുത്തരുടെയും ലൈഫിൽ എന്താണോ ആഗ്രഹിക്കുന്നത്, വളരെ സാധാരണ ജീവിതം ജീവിക്കാൻ ആഗ്രഹിക്കുന്ന ഒരു വ്യക്തി, വലിയ വലിയ ആഗ്രഹങ്ങളൊന്നുമില്ല, ഒരു ജീവിച്ചു പോകാനുള്ള ധനം സമ്പാദിക്കുക എന്നുള്ള ചിന്തയിലുള്ള ഒരു വ്യക്തിയെ സംബന്ധിച്ച് അവർ ഹാപ്പി ആയിരിക്കും ആ ഒരു ലൈഫിൽ. പക്ഷെ നിങ്ങളെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്ക് ഒത്തിരി ആഗ്രഹങ്ങളുണ്ട്. ആഗ്രഹങ്ങൾ ഒരിക്കലും തെറ്റല്ല. പക്ഷേ ആ ആഗ്രഹങ്ങളൊക്കെ നേടിയെടുക്കണമെങ്കിൽ വലിയ വലിയ ആഗ്രഹങ്ങളാകുമ്പോൾ റിസ്ക് എടുക്കേണ്ടി വരും. അപ്പോൾ കൂടുതൽ വലിയ ആഗ്രഹമാകുമ്പോൾ കൂടുതൽ റിസ്ക് എടുക്കേണ്ടി വരുന്ന സിറ്റുവേഷനാണ്. അപ്പോൾ റിസ്ക് എടുക്കാൻ പറ്റിയ സമയമാണ് ഇപ്പോൾ. കാൽക്കുലേറ്റഡ് ആയിട്ടുള്ള റിസ്ക് എടുക്കാൻ ഒന്ന് ശ്രദ്ധിക്കുക. പ്ലാനിങ്ങും കാര്യങ്ങളുടെ സ്റ്റെപ്പൊക്കെ കഴിഞ്ഞു, ഇനി ആക്ഷൻ്റെ സമയമാണ്. അപ്പോൾ ആക്ഷനിലേക്ക് മുന്നോട്ടേക്ക് പോകുമ്പോൾ പല തടസ്സങ്ങളും ഉണ്ടാകുന്നുണ്ട്. തടസ്സങ്ങളൊന്നും ഇല്ലാത്തൊരു വഴിയിലൂടെയൊന്നും ആയിരിക്കില്ല നിങ്ങളുടെ യാത്ര. പക്ഷേ ഈ ഒരു തടസ്സങ്ങളും ഒക്കെ നിങ്ങൾ അതിജീവിച്ച് മുന്നോട്ടേക്ക് പോകുന്ന ഒരു സമയമാണ്. ഒരു അപ്കമിങ് പോസിറ്റീവ് റിസൊല്യൂഷനാണ് നിങ്ങളെ സംബന്ധിച്ച് സൂചിപ്പിക്കുന്നത്. ഒരു പോസിറ്റീവ് എനർജിയാണ് സൂചിപ്പിക്കുന്നത്. ധൈര്യമായിട്ട്, അതായത് ഉറച്ച ചുവടോട് കൂടിയിട്ട് മുന്നോട്ടേക്ക് കൺസിസ്റ്റൻ്റ് ആയിട്ടുള്ള മൂവ്മെൻറ്റ്. അതായത് കുറച്ച് പോയി കഴിയുമ്പോഴത്തേക്കും നിങ്ങൾ പിന്നെ ഇനി എന്നെക്കൊണ്ട് പറ്റില്ല എന്നുള്ളൊരു ചിന്തയിൽ നിൽക്കാതെ നിരന്തരമായിട്ടുള്ളൊരു പ്രയത്നത്തിലൂടെ നിങ്ങൾ വിജയസാധ്യതയാണ്. ഇത് ഈ പറഞ്ഞ പോലെ തന്നെ വിദ്യാർത്ഥികളെ സംബന്ധിച്ചും കാണിക്കുന്നുണ്ട്. കാരണം നിങ്ങൾ ഒത്തിരി ട്രൈ ചെയ്തിട്ട് കിട്ടാത്ത പരീക്ഷകളോ അല്ലെങ്കിൽ കോഴ്സോ അല്ലെങ്കിൽ മറ്റെന്തെങ്കിലുമൊക്കെ ഇപ്പോൾ ശ്രമിച്ചാൽ നിങ്ങൾക്ക് വീണ്ടും ശ്രമിച്ചാൽ നിങ്ങൾക്കത് ലഭിക്കുന്നു എന്നുള്ളതാണ്. പിന്നെ ചില ആളുകളെ സംബന്ധിച്ചിടത്തോളം കുറച്ചധികം തന്നെ നിങ്ങൾ കുറച്ചധികം പരിശ്രമിക്കുക. കാരണം പരിശ്രമത്തിൻ്റെ ഉള്ള വിജയം എന്തായാലും നിങ്ങൾക്ക് ലഭിക്കും എന്നുള്ളതാണ്. ഈ ഒരു സമയം നിങ്ങൾ വിട്ടുകളയാതിരുന്നാൽ തീർച്ചയായിട്ടും വിജയസാധ്യതയാണ് സൂചിപ്പിക്കുന്നത്. ഓക്കെ, അതേപോലെ 2 of Wands ആൻഡ് എംപ്രസ് എനർജിയാണ്. ഈ ഒരു സമയം എന്ന് പറഞ്ഞാൽ ഐശ്വര്യത്തിൻ്റെയും സമൃദ്ധിയുടെയും സമയമാണ്. പല കാര്യങ്ങളിലും നിങ്ങളുടെ ജീവിതത്തിലേക്ക് അപ്രതീക്ഷിതമായിട്ടുള്ള നേട്ടങ്ങൾ ഉണ്ടാകുന്ന സമയമാണ്. അപ്പോൾ ലോട്ടറി ഭാഗ്യം ചില ആളുകളിൽ സൂചിപ്പിക്കുന്നുണ്ട്. അപ്പോൾ നിങ്ങൾ പ്രത്യേകം ഇപ്പോഴത്തെ സമയം നിങ്ങളുടെ ജാതകവശാൽ എങ്ങനെയാണെന്ന് നോക്കി അതിൻ്റേതായിട്ടുള്ള ആ ഒരു ശുക്രൻ ഉച്ചയിൽ നിൽക്കുന്ന ആ ഒരു ഫീലിംഗ് അല്ലെങ്കിൽ ജൂപ്പിറ്ററിൻ്റെ എനർജി നോക്കുക. എങ്ങനെയാണ് അതിനനുസരിച്ചിട്ട് ശരിക്കും വളരെ നല്ലൊരു സമയമാണ്, ഒരു ഗുഡ് ഫോർച്യൂണാണ് കാണിക്കുന്നത്. ഐശ്വര്യവും സമൃദ്ധിയും ധന സമ്പത്തുകൾ ജീവിതത്തിലേക്ക് വരുന്ന ഒരു സമയമാണ്. ചില ആളുകൾ ഈ ഒരു സമയം, ഈ ഒരു മാസത്തിൽ സ്ഥലം വാങ്ങിക്കാനുള്ള സാഹചര്യം, പ്രോപ്പർട്ടീസ്, സ്ഥലം, അതേപോലെ വീട്, ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ വാങ്ങിക്കാനുള്ള അവസരം നിങ്ങൾക്ക് കാണിക്കുന്നുണ്ട്. ഇപ്പോൾ പുതിയ കൃഷിയുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കാര്യങ്ങളൊക്കെ കാണിക്കുന്നുണ്ട്. അപ്പോൾ സ്ഥലം വാങ്ങിച്ച് കൃഷി ചെയ്യുന്നതോ പാട്ടത്തിനെടുത്ത് കൃഷി ചെയ്യുന്ന സാഹചര്യമൊക്കെ ഉണ്ടാവും. അല്ലെങ്കിൽ നിങ്ങളുടെ സ്ഥലം പാട്ടത്തിന് കൊടുക്കുന്നതാവാം, പുതിയതായിട്ട് സ്ഥലം വാങ്ങിക്കുന്നത് ഒക്കെയുള്ളൊരു അവസരം ഈ ഒരു സമയത്ത് സൂചിപ്പിക്കുന്നുണ്ട്. മൃഗങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കൃഷിയായിരിക്കാം, അതായത് പോൾട്രി ഫാമിങ് എന്തെങ്കിലും തരത്തിലുള്ളത്, അല്ലെങ്കിൽ മറ്റു തരത്തിലുള്ള ചെടികളോ പൂക്കളോ അങ്ങനെയുള്ള കാര്യങ്ങളുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള കൃഷിയുമാവും. ആ ഒരു എനർജി കാണിക്കുന്നുണ്ട്. അതേപോലെ തന്നെ പേജ് ഓഫ് കപ്സ് ആൻഡ് ക്യൂൻ ഓഫ് പെൻഡക്കിൾസ് എനർജി കണക്ഷൻസ് ആണ്. ക്രിയേറ്റീവായിട്ടുള്ള, അതായത് വളരെ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ആഗ്രഹിച്ച് നിങ്ങളുടെ പാഷൻ എന്താണോ ആ പാഷനെ പിന്തുടരാനുള്ള അവസരം സൂചിപ്പിക്കുന്നുണ്ട്. ജോലി സംബന്ധമായിട്ടുള്ള ഉയർച്ചയുണ്ട്. അപ്പോൾ ജോലി സംബന്ധമായിട്ട് മുന്നേറ്റം, ട്രാൻസ്ഫറും മറ്റും ആഗ്രഹിക്കുന്നവർ, പ്രൊമോഷൻ ആഗ്രഹിക്കുന്നവർക്കൊക്കെ സാധ്യതയുണ്ട്. അതുകൂടാതെ തന്നെ നിങ്ങളുടെ വർക്കിൽ ഹാപ്പിനെസ്, അതായത് നിങ്ങൾ ആഗ്രഹിച്ച ജോലി, അല്ലെങ്കിൽ നിങ്ങൾ ഒരു വരുമാന മാർഗമാണ് ജോലി എന്ന് പറയുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു വരുമാനം എന്നുള്ളതൊരു അതായത് നിങ്ങൾക്ക് മാനസികമായിട്ട് തൃപ്തി ഇല്ലാതെ ഒരു ജോലി ചെയ്യുന്നു, കാരണം അതിൽ നിന്ന് നല്ലൊരു സമ്പാദ്യം നിങ്ങൾക്ക് ഉണ്ടാക്കാൻ പറ്റുന്നു, അല്ലെങ്കിൽ അതിൽ നിന്ന് വരുമാനം ഉണ്ടാക്കാൻ പറ്റുന്നു എന്നുള്ളൊരു ചിന്തയിലാവാം. അപ്പോൾ ഇവിടെ സൂചിപ്പിക്കുന്നത് നിങ്ങളുടെ ക്രിയേറ്റീവ് സൈഡ്, അതായത് നിങ്ങൾ കലാപരമായിട്ടോ മറ്റെന്തെങ്കിലും തരത്തിൽ നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യം ചെയ്തിട്ട് ചെയ്യുന്ന ജോലി തൃപ്തിയോട് കൂടിയിട്ട് സന്തോഷത്തോട് കൂടിയിട്ട് ചെയ്യുക. അതിൽ നിന്ന് വരുമാനം അല്ലെങ്കിൽ പണം സമ്പത്ത് മാത്രം നോക്കാതെ വരുമാനം കൂടിയിട്ട് നോക്കി ചെയ്യാൻ പറ്റുന്നൊരു സാഹചര്യം ഇവിടെ സൂചിപ്പിക്കുന്നുണ്ട്. വളരെ പോസിറ്റീവായിട്ടുള്ളൊരു എനർജിയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം എന്ന് തന്നെ പറയാം.
ലൈഫ് വളരെയധികം നല്ല രീതിയിൽ ജീവിതം മുന്നോട്ടേക്ക് കൊണ്ടുപോകാൻ പറ്റുന്ന ഒരു പ്രധാനപ്പെട്ട ഒരു വരുമാന മാർഗം. ഇനിയിപ്പോൾ ജോലി ഉള്ളവരാണെങ്കിൽ സൈഡായിട്ടായിരിക്കാം, ഉള്ള ജോലി നിർത്തിയിട്ട് പോകുന്നവരുമുണ്ട്, അതല്ലാതെ സൈഡായിട്ടൊരു ബിസിനസ്സായിട്ട് തുടങ്ങുന്നവരുമുണ്ട്. 2 തരത്തിലും ആവാം. ഓക്കെ, അപ്പോൾ ഇത്രയും കാര്യങ്ങളാണ് പറയാനുണ്ടായിരുന്നത്. നിങ്ങൾക്ക് വീഡിയോ ഇഷ്ടപ്പെട്ടുവെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. താങ്ക് യു ഫോർ വാച്ചിങ്. എല്ലാവർക്കും നന്ദി, നമസ്കാരം.